തെരച്ചിൽ നടക്കുന്ന ചാലിയാർ തീരത്തു നിന്നും ദൂരദർശൻ പ്രതിനിധി ഹരികുമാർ തത്സമയം ചേരുന്നു. ഹരി, കേൾക്കുന്നുണ്ടോ? അവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, ഓഡിയോ കേൾക്കുന്നില്ലേ? എനിക്കിട്ടോ ഹരി കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓഡിയോ കേൾക്കുന്നില്ല. ഹലോ, സ്റ്റാർട്ടായോ? ദിവ്യ, ഞാനിപ്പോൾ ചാലിയാറിന്റെ തീരത്താണ് നിൽക്കുന്നത്. ചാലിയാർ ഇരുട്ടുകുത്തിയിൽ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ചാലിയാറിൽ മൃതദേഹങ്ങൾക്കും മൃതദേഹാവശിഷ്ടങ്ങൾക്കുമുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ വഴി ആണ് പ്രധാനമായും തെരച്ചിൽ നടത്തുന്നത്. അല്പസമയം മുമ്പ് വരെ ചാലിയാറിന്റെ മുകളിലൂടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ നീങ്ങുന്നുണ്ട്. താഴെയും രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഇന്ന് 4 മൃതദേഹങ്ങളും 7 ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുള്ളത്. പല ശരീരഭാഗങ്ങളും അഴുകിയ നിലയിലാണ്. ഇതുകൊണ്ട് തന്നെ ഇനി ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ DNA ടെസ്റ്റിന് സാമ്പിൾ എടുത്ത ശേഷം അതേ സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനുള്ള ഒരു നടപടി ആണ് ഉണ്ടാകുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു വിഭാഗം യുവജനങ്ങൾ നമ്മളോടൊപ്പം ഇപ്പോഴുണ്ട്. എങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ചാലിയാർ പുഴ കടന്നതിന് 7 കിലോമീറ്റർ അകലെ ഇപ്പൊ വള്ളം കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കുറെ ബോഡികൾ മണ്ണിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കൈകൾ ഉപയോഗിച്ചിട്ട് പരമാവധി സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഞങ്ങൾ കൈകൾ ഉപയോഗിച്ച് മാന്തിയിട്ടാണ് ഒരുപാട് ബോഡികൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബോഡികൾ ഇപ്പോഴും ഉണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ചെല്ലുന്ന പ്രദേശത്തൊക്കെ സ്മെല്ലുകൾ അടിക്കുകയാണ്. സ്മെല്ലടിക്കുമ്പോൾ നമ്മളെ വളണ്ടിയർമാര് ആ പ്രദേശത്ത് കുഴിച്ചു നോക്കുമ്പോൾ അവിടെ ബോഡികൾ കാണാൻ കഴിയണം. അങ്ങനെയുള്ള ബോഡികളാണ് ഇന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ അഴുകിയ ശരീരങ്ങളാണ് പല ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധികൃതർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ സാമ്പിൾ എടുത്ത ശേഷം അവിടെ തന്നെ സംസ്കരിക്കാനുള്ള ഒരു തീരുമാനമാണ്. എന്തായാലും ചാലിയാറിന്റെ എല്ലാ പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്താൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ദിവ്യ, വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിലും തിരച്ചിൽ നടക്കുകയാണ്. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.